പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഉള്ളത് ഈ ഉള്ളൂർക്കടവ് പാലത്തിന്റെ മുകളിലാട്ടോ. ഉള്ളൂർക്കടവ് പാലം ഇന്ന് നമുക്ക് സ്വന്തമാകാൻ പോവുകയാണ്. പ്രിയപ്പെട്ട കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് സാറിന്റെ കൈകൾ കൊണ്ട് ഇന്ന് ഉള്ളൂർക്കടവ് പാലം ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ കടന്നു വരുന്നത്. ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഉള്ളൂര് അഥവാ ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഒരു എളുപ്പ മാർഗം. ഇനി കൊയിലാണ്ടി കണയങ്കോട് ചുറ്റിയിട്ടൊന്നും ഒള്ളൂരിലേക്കോ പുത്തഞ്ചേരിയിലേക്കോ എത്തണ്ട. ഡയറക്റ്റ് ചേലിയ ടു ഒള്ളൂരിലേക്ക് എത്താൻ പറ്റുന്ന അതിമനോഹരമായ ഒരു പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ മുമ്പാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു കുറെ നല്ല മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കറിയാം, കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലും ബാലുശ്ശേരി നിയോജക മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന വലിയൊരു പ്രത്യേകത. അതിനപ്പുറത്ത് വടകര പാർലമെന്റ് മണ്ഡലത്തെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു പാലം എന്നുള്ള പ്രത്യേകത. അങ്ങനെ ഒരു ജനതയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉള്ളൂർ പുഴയുടെ മുകളിൽ, ഉള്ളൂരിന്റെ ഓളപ്പരപ്പിന്റെ മുകളിൽ അതിമനോഹരമായ ഒരു നിർമ്മിതിയായിക്കൊണ്ട് ഉള്ളൂർ കടവ് പാലം ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ. കാരണം ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ചേലിയ വന്ന് കടത്ത് കയറി ഉള്ളൂരിൽ ഇറങ്ങണം. മഴക്കാലത്തൊക്കെ വളരെ ദുഷ്കരമാണ്. വാഹനങ്ങളിൽ വരുന്ന ഉള്ളൂരേക്ക് വരണമെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്നും കണയങ്കോടൊക്കെ ചുറ്റിയിട്ട് വരണം. പക്ഷെ എനിക്ക് പ്രശ്നമല്ല. കൊയിലാണ്ടിയിൽ നിന്നും ചെങ്ങോട്ടുകാവ് മേൽപ്പാലം ഇറങ്ങി നേരെ ചേലിയ വഴി വന്നു കഴിഞ്ഞാൽ ഉള്ളൂരേക്ക് എത്താം. അത് രാത്രിയൊന്നും കടത്തില്ല. ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞാൽ കടത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള യാത്ര ദുഷ്കരമാണ്. ഇനി എപ്പോഴും ഏത് സമയത്തും വരാം. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിച്ചേരണമെങ്കിൽ ഇനി ഈ പാലത്തിലൂടെ എളുപ്പം അതൊക്കെ സാധ്യമാകും. അതുപോലെ തന്നെ കാപ്പാട് ബീച്ചിലേക്ക്, അതുപോലെ തന്നെ കൊയിലാണ്ടി പൊയിൽക്കാവ് ക്ഷേത്രത്തിലേക്ക്, അതുപോലെ കൊയിലാണ്ടി ഹാർബറിലൊക്കെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എളുപ്പം എത്തിച്ചേരാനുള്ള ഒരു യാത്രാ മാർഗമായിട്ട് ഈ ഒരു പാലം മാറുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ, അതുപോലെ തന്നെ ചേമഞ്ചേരി നാരായണ നായരുടെ ഒക്കെ തന്നെ ഒരുപാട് ചരിത്രമുള്ള അല്ലെങ്കിൽ ഒരുപാട് സാംസ്കാരിക പാരമ്പര്യമുള്ള ചേലിയിൽ നിന്നാണ് ഞാൻ ഈ പാലത്തിലേക്ക് കയറുന്നത്. അങ്ങനെ ഈ പാലത്തിലേക്ക് കയറി കഴിഞ്ഞാല് നമ്മൾ പാലം ഇറങ്ങി ചെല്ലുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്ന അനശ്വരനായ ഗാന രചയിതാവിന്റെ മണ്ണായിട്ടുള്ള ഉള്ളൂരിലേക്ക്, അല്ലെങ്കിൽ ഉള്ളൂർ പുത്തഞ്ചേരിയിലാണ് ഗിരീഷേട്ടന്റെ നാട്. അങ്ങനെ സാംസ്കാരികമായിട്ട് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു ജനതയെ കൂടി അടുപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മനോഹരമായ നിർമ്മിതിയാണ് ഈ ഒരു ഉള്ളൂർ കടവ് പാലം എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ മുകളിൽ കയറിയപ്പോൾ തന്നെ, എന്റെ വാഹനമായി ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷം. കാരണം ആ ഒരു പ്രകൃതിക്ക് ഇണങ്ങുന്ന രൂപത്തിൽ അതിമനോഹരമായി പണിത് വെച്ചേക്കുകയാണ്. ഇതിന്റെ ഒരു ആർക്കിടെക്ട് വൈഭവം എന്ന് പറയുന്നത് അതിമനോഹരമാണ്. കാരണം മനോഹരമായ ഒരു പാലം. എന്തായാലും സഞ്ചാരികളുടെ ഒഴുക്ക് ഇവിടത്തേക്ക് ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ്. കാരണം ഈ ഒരു മേഖല എന്ന് പറയുന്നത് പുഴയോര ടൂറിസത്തിന് അനുയോജ്യമായ മേഖലയാണ് ഈ ഉള്ളൂർ കടവ് മേഖല എന്ന് പറയുന്നത്. ഉള്ളൂരിന്റെ പുഴയോര കാഴ്ചകൾ, ഈ തുരുത്തൊക്കെ തന്നെ ഒരുപാട് ദേശാടന കിളികളുടെ ഒരു വാസസ്ഥലം കൂടിയാണ്. അതുപോലെ പാലമില്ലാത്ത സമയത്ത് ഞങ്ങളൊക്കെ വന്ന് വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന ഒരു ഏരിയ കൂടിയായിരുന്നു ഉള്ളൂര്. ഇനി പാലം വരുന്നതോടുകൂടി സഞ്ചാരികൾക്ക് എളുപ്പം വരാം. അതുപോലെ തന്നെ കാപ്പാട് ബീച്ചിലേക്കൊക്കെ പോകുന്ന ആളുകള്, പാറേപ്പള്ളി ബീച്ചിലേക്കൊക്കെ ഈ ഭാഗത്തൊക്കെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖല. പൊൽക്കാവ്, അതുപോലെ തന്നെ കാനിലശ്ശേരി ക്ഷേത്രം, ഇവിടക്കങ്ങളൊക്കെ തന്നെ ഉള്ളേരി ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്ക് എളുപ്പം എത്താം. അതുപോലെ ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലുള്ള ആളുകൾക്ക് MMC അടക്കമുള്ള പാലോർ സ്കൂൾ അടക്കമുള്ള സൗകര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തിനും ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ പാലം. ഈ പാലത്തിന്റെ 2 വശങ്ങളിലും ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള കൈവരിയുണ്ട്. വാഹനങ്ങൾക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള കൈവരി അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു ആ പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുഴയോര കാഴ്ചകൾ. ഇവിടെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം അസ്തമനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി എന്തായാലും ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനത്തോടു കൂടി ഇവിടെയൊക്കെ എന്തായാലും ഞങ്ങൾ ഒഴുക്കം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ അവിടെ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ട്. ഉദ്ഘാടനം അതിഗംഭീരമായിട്ടാണ് ഇവിടെ ആഘോഷിക്കാൻ പോകുന്നത്. ഈ ഒരു പാലത്തിന്റെ ഉദ്ഘാടനം ഉള്ളൂർ അങ്ങാടിയിൽ നിന്ന് തുടങ്ങുന്ന വർണ്ണശബളമായ ഒരു ഘോഷയാത്രയുണ്ട്. ഈ ഘോഷയാത്രയോടുകൂടിയാണ് ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കുന്നത്.
നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് എനിക്ക് ഏറ്റവും തോന്നുന്നത് ഈ ഒരു പാലം കൊണ്ട് ഉപയോഗപ്പെടാം. കാരണം ചേലിയയിലേക്ക് സ്ഥിതി ചെയ്യുന്ന ഇലാഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കൊക്കെ വരാൻ കുട്ടികൾക്ക് എളുപ്പം സാധിക്കും മുള്ളേരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും. അപ്പൊ എല്ലാവർക്കും ബൈക്കുള്ളതാണ്, ബസ്സിനെ മാത്രം ആശ്രയിക്കാത്ത ബൈക്കൊക്കെ ഉള്ള ആളുകൾക്ക് 24 hours ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ പാലം പണിതിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഒരു നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഉള്ളൂർക്കടവ് പാലത്തിന്റെ കുറെ കാഴ്ചകൾ എന്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ അവിടെ ഫ്ലക്സ് എല്ലാം ഉയർന്നു കഴിഞ്ഞു. അതിമനോഹരമായ നിർമ്മിതി കേട്ടോ, ഒറ്റ ആർച്ചിൽ തീർത്ത പാലം. അതുപോലെ തന്നെ അതിന്റെ റൂഫ് ടോപ്പ് ഒക്കെ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ട്, പില്ലർ വർക്കൊക്കെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ലാൻഡ്സ്കേപ്പിന് പറ്റുന്ന രൂപത്തിൽ അതിമനോഹരമായി തന്നെയാണ് ആ പാലത്തിന്റെ നിർമ്മിതി. അപ്പോ ഇത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശിലാസ്ഥാപനം നിർവഹിച്ചത് പ്രിയപ്പെട്ട നമ്മുടെ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനായിരുന്നു. 4 വർഷം കൊണ്ടാണ് ഈ പാലത്തിന്റെ പണി ഇവിടെ പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട ദാസേട്ടൻ MLA ആയിരിക്കുന്ന സമയത്തായിരുന്നു ഇതിന്റെ ശിലാസ്ഥാപനം. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനും MLA പുരുഷൻ കടലുണ്ടി, അവർ രണ്ടുപേരുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഈ ഒരു പാലം. അപ്പോ അവരുടെ മാത്രമല്ല എല്ലാവരുടെയും സർവ്വകക്ഷിയും ഒന്നിച്ച് ഈ പാലത്തിന് വേണ്ടി നിലകൊണ്ടു. അതുകൊണ്ട് ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെ ഈ പാലം ഈ നമ്മുടെ നാടിന് സ്വന്തമാവുകയാണ്. അതിമനോഹരമായ ഒരു പാലം ഇനി നമ്മുടെ വികസന ചരിത്രത്തിന്റെ കൂടെ ഭാഗമാകുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല കാഴ്ചകള് അപ്പൊ അവിടെ ഉള്ളൂർക്കടവ് പാലം എന്നുള്ള ആ ഒരു നെയ്മ്പോഴൊക്കെ വന്നു കഴിഞ്ഞു. സത്യം പറയാൻ അത്ഭുതപ്പെടുത്തുന്നത് ഈ പ്രദേശം പഴയ ഒരു ഉള്ളൂർക്കടവ് കണ്ട ആൾക്കാർക്ക് അറിയാം, അവർക്കൊന്നും മനസ്സിലാവില്ല. അത്രയും മനോഹരമായിട്ടാണ് ഈ പ്രദേശം ഇപ്പൊ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി റോഡൊക്കെ വികസിക്കും, ഒരു ടൂറിസം കോറിഡോറൊക്കെ ആയിട്ട് മാറുമെന്നുള്ളതിൽ ഉറപ്പാണ്. എന്തായാലും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഞാൻ ഉണ്ടാവും ഇവിടെ എന്തായാലും. അപ്പൊ അതിന്റെ മുമ്പ് ആളുകൾക്ക് ഇതിന്റെ സമയത്ത് ഈ പാലത്തിന്റെ മനോഹരമായ കാഴ്ച എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഉള്ളൂരങ്ങാടിന്റെ ബോർഡൊക്കെ കണ്ടോ, ഉള്ളൂരങ്ങാടിയിലേക്കും കൂമുള്ളിയിലൊക്കെ പോകാനുള്ള ബോർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളൂർ കടവ് പാലം എന്ന് എഴുതിയ ബോർഡ്, ഇതെല്ലാം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു. അപ്പോ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇന്ന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുമ്പോൾ ആ ഒരു കാഴ്ച എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ എത്തിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.